കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ലീഗ് സംഘടനാ നേതാവിനെതിരെ വിജിലൻസ് അന്വേഷണം. സർവകലാശാലയിലെ ലാൻഡ് നെറ്റ്വർക്ക് പ്രവൃത്തിയിൽ വൻ ക്രമക്കേട് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ മുഹമ്മദ് സാജിദിനെതിരെയാണ് കേസെടുത്തത്. കഴിഞ്ഞ UDF ഭരണകാലത്തായിരുന്നു 27 ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത്. സാജിദിനെ ഗവർണറും വൈസ് ചാൻസലറും സംരക്ഷിക്കുന്നുവെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പ്രവൃത്തിയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നത്. സ്ക്രൂ, പ്ലാസ്റ്റിക് ടൈ, സ്റ്റിക്കർ പോലുള്ള ചെറിയ ചെലവ് വരുന്ന കൺസ്യൂമബിൾ ഐറ്റങ്ങൾക്ക് ഭീമമായ വില മെറ്റീരിയൽ ചാർജ് ഇനത്തിൽ കാണിച്ചും അവയൊന്നും തന്നെ പ്രവൃത്തിയിൽ ഉപയോഗിക്കാതെ സർവീസ് ചാർജ് അടക്കം കാണിച്ചുമാണ് സർവകലാശാലയ്ക്ക് വലിയ നഷ്ടം വരുത്തിവെച്ചത്. കൺസ്യൂമബിൾ ഐറ്റങ്ങൾക്ക് മാത്രമായി 27,42,116 രൂപയാണ് ചെലവഴിച്ചത്. തൊട്ടു മുമ്പുള്ള വർഷം വെറും 36,000 രൂപ മാത്രമായിരുന്നു ഈ ഇനത്തിൽ ചെലവഴിച്ചിരുന്നത്. യൂണിവേഴ്സിറ്റിയിലെ ലീഗ് അനുകൂല സംഘടനാ നേതാവും ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറുമായ മുഹമ്മദ് സാജിദിന്റെ മേൽനോട്ടത്തിലായിരുന്നു പ്രവൃത്തി നടന്നത്. സർവകലാശാലയ്ക്ക് ഭീമമായ നഷ്ടം വരുത്തിവെച്ച സാജിദിനെതിരെ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നേരത്തെ സർക്കാരിന്റെ ധനകാര്യ പരിശോധന വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേട് ബോധ്യമായതിനെ തുടർന്ന് സിൻഡിക്കേറ്റ് സാജിദിനെതിരെ നടപടിയെടുത്തിരുന്നു. 27,42,116 രൂപ ഇയാളിൽ നിന്ന് തിരിച്ചുപിടിക്കാനും തീരുമാനിച്ചു. എന്നാൽ ചാൻസലറായ ഗവർണറും വൈസ് ചാൻസലറും ചേർന്ന് സാജിദിനെ സംരക്ഷിക്കുകയാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി NP ജംഷീർ സിൻഡിക്കേറ്റ് അന്വേഷണം നടത്തി 3-അംഗ സമിതിയെ വെച്ചുകൊണ്ട് ഈ കുറ്റക്കാരനായ വ്യക്തിയെ അടക്കം കേട്ടുകൊണ്ട് അന്വേഷണം നടത്തുകയും 5 വർഷത്തേക്ക് തരം താഴ്ത്താനും ഈ സർവകലാശാല നഷ്ടം വന്നിട്ടുള്ള തുക അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ ഗവർണർ ഓഫീസ് ഇടപെട്ടുകൊണ്ട് ഈ ഉത്തരവ് റദ്ദാക്കി. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനാ നേതാവായിരുന്ന VCയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ P രവീന്ദ്രൻ ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് സാജിദിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഇതിനെതിരെ സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് MD ഫൈസൽ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.